നാടിന്റെ നോവായി ജെൻസൺ മാറുമ്പോൾ ശ്രുതിക്ക് ഇനി വേണ്ടത് നാടിന്റെ കൈത്താങ്ങ്. കാലിന്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്രുതി മേപ്പാടി വിംസ് ആശുപത്രിയിൽ എത്തിയാണ് ജെൻസനെ അവസാനമായി കണ്ടത്. ബന്ധുക്കൾ തന്നെയാണ് മരണവിവരം ശ്രുതിയെ അറിയിച്ചത്. ഹൃദയഭേദകമായ കാഴ്ചകളാണ് മേപ്പാടി വിംസ് ആശുപത്രിയിൽ ബുധനാഴ്ച രാത്രി അരങ്ങേറിയത്. വ്യാഴാഴ്ച രാവിലെ സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ ജെൻസന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. തുടർന്ന് ജന്മനാടായ ആണ്ടൂരിൽ പൊതുദർശനമുണ്ടാകും. ശവസംസ്കാരം വൈകിട്ട് 3 മണിയോടെ ആണ്ടൂർ നിത്യസഹായമാതാ പള്ളി സെമിത്തേരിയിൽ നടക്കും. നാടിന്റെ മുഴുവൻ പ്രാർത്ഥനകളും വിഫലമാക്കി ബുധനാഴ്ച രാത്രി 8:52 ജയൻ മേരി ദമ്പതികളുടെ മകൻ 28 വയസ്സുള്ള ജെൻസൺ യാത്രയായത്. തലയിൽ രക്തസ്രാവമുണ്ടായതിനാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്നു. അപകടത്തിൽ കാലിന് പരിക്കേറ്റ ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാതാപിതാക്കളും സഹോദരിയും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയതോടെ ഒറ്റയ്ക്കായി പോയ ശ്രുതിയെ ജെൻസൺ കൈപിടിച്ച് ഒപ്പം കൂട്ടുകയായിരുന്നു. ചൂരൽമലയിലെ ദുരന്തത്തിൽ നിന്ന് ശ്രുതി കരകയറി വരുന്നതിനിടയിലാണ് കൽപ്പറ്റയിൽ ഇരുവരെയും വിധി കാത്തിരുന്ന് ആക്രമിച്ചത്. എൻലൈറ്റ് ന്യൂസ്, വയനാട്.